തൃശൂരിൽ വീണ്ടും പുലി ഇറങ്ങി. ചാലക്കുടി കാടുകുറ്റി കുറുവക്കടവിൽ ഇറങ്ങിയ പുലി വളർത്തുനായെ ആക്രമിച്ചു. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. അതേസമയം കുറുവക്കടവിലെ ജനാർദ്ദനൻ മേനോന്റെ വീട്ടിലെ നായയാണ് പുലി ആക്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് അമ്മേനെ പെട്ടെന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാണുമ്പോ ഞാൻ പട്ടീനെ പിടിച്ച് കടിച്ച് വലിച്ചോണ്ടിരിക്കുന്നു ഒരു സാധനം. അപ്പൊ ആദ്യം മറ്റേ കുറുനരിയെന്ന് വിചാരിച്ചത്, പക്ഷെ കുറുനരി ഇല്ലായിരുന്നു. അതൊരു പുലിയുടെ പോലത്തെ ഒരു നല്ല വാലൊക്കെ നല്ല നീക്കത്തിലുള്ള ഒരു സാധനം. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ മേഖലയിൽ സ്ഥിരമായി വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണോ? പ്രവിത, ഇതൊരു ജനവാസ മേഖലയാണ്, പ്രത്യേകിച്ച് ഒരു നഗരപ്രദേശത്തോട് ചേർന്ന മേഖല. ഈ ചാലക്കുടിയിൽ നഗരത്തിൽ പുലി ഇറങ്ങിയതിന്റെ ആശങ്കയെല്ലാം ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കാടുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്തും ഈ പുലി ഇറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു പുലിയാണോ എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത്. കാരണം ഈ ചാലക്കുടിയിൽ പുലിയെ കണ്ടതിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ഇപ്പോൾ വീണ്ടും ഈ വളർത്തുനായ്ക്ക് നേരെ ഇപ്പോൾ പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാടുകുറ്റി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന അമ്മിണിയമ്മയുടെ വീട്ടിലാണ് ഇന്ന് 9 മണിക്ക് ശേഷം പുലി എത്തുന്നതും അവിടെ ഉണ്ടായിരുന്ന അവരുടെ വളർത്തുനായെ കടിക്കുന്നതും ഉണ്ടായത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ പുലി വളർത്തുനായെ കടിച്ചു പിടിച്ച നിലയിലായിരുന്നു. ഈ വീട്ടുകാർ ഈ ലൈറ്റൊക്കെ ഇട്ടതോടുകൂടി പുലി നായയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. അവർ തിരച്ചിൽ നടത്തുന്നു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അടക്കം ഇപ്പോൾ വീട്ടിലെത്തി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമായെല്ലാം സംസാരിക്കുന്നു. ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങിയതോടുകൂടി ആശങ്ക നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് കൂടുതൽ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പുലി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവിധ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ആശങ്കയിലാണ് ആ മേഖലയിലുള്ളവർ. തൃശൂരിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ചാലക്കുടി കാടുകുറ്റി കുറുവക്കടവിലാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. നായയെ ആക്രമിച്ചുവെന്നാണ് അവിടെയുള്ള പരിസരവാസികൾ പറയുന്നത്.